സെപ്റ്റംബർ 16-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വൺ നാഷൻ വൺ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ചില പ്രതിനിധികൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സീനിയർ ഒഫീഷ്യൽസിൽ നിന്ന് വിശദാംശങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ ഈ ഒരു വൺ നാഷൻ വൺ ഇലക്ഷൻ, അതായത് രാജ്യത്ത് ഒറ്റ ഇലക്ഷൻ മാത്രം, ഒറ്റ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കുള്ള ഇലക്ഷൻസും ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ ഒരു രീതിയായിരുന്നു. പിന്നീട് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ഡിസോൾവ് ചെയ്തു പോയെന്ന സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു സിസ്റ്റത്തിലെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു സൈമൾട്ടേനിയസ് പോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോക്സഭാ ഇലക്ഷൻസും സ്റ്റേറ്റ് അസംബ്ലീസിന്റെ ഇലക്ഷൻസും ഒന്നിച്ച് നടത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയം വീണ്ടും ഈ ഒരു സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ മോഡി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു കാര്യം നടപ്പിലാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സെൻസസ് വളരെ വേഗത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളും എടുക്കുന്നുണ്ട് എന്നുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമേ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഓർത്തുവെക്കുക, എന്താണ് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഈ ന്യൂസിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് സംഭവം എന്നുള്ളത്. അടുത്തത് ഇന്ത്യയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലെ ഇന്ത്യയുടെ മീഡിയേഷൻ എഫേർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ എഫേർട്ടിനെ സംബന്ധിച്ച് വന്ന ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ ഈ ഒരു വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനും അതിനുശേഷം റഷ്യയും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു നടപടികൾ, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവലും റഷ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കോൺസിക്വൻസസിന്റെ ബേസിസിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിൽ എഡിറ്റോറിയൽ പറയുന്നത് നോക്കാം. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ ചൈനീസ് ഒഫീഷ്യൽസുമായിട്ടൊക്കെ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സീരിയസ് ആയിട്ട് ഇടപെടുന്നു ആ വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ അപ്കമിംഗ് ആയിട്ടുള്ള ബ്രിക്സ് മീറ്റിംഗിൽ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക മീറ്റിംഗിൽ ഈ ഒരു വിഷയം കൊണ്ടുവരികയും ഇന്ത്യയും ചൈനയും പ്രത്യേകിച്ചും ഈ ഒരു പീസ് ഡിസ്കഷൻസ് കുറെ കൂടി മുന്നിലോട്ട് വെക്കും എന്നുള്ളതാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ കുറെ കൂടി ആക്റ്റീവ് ആയിട്ടുള്ള റോൾ എടുക്കുന്നു എന്നുള്ളതാണ് അജിത് ഡോവൽസിന്റെ കമന്റുകളും അദ്ദേഹം ഈ ഒരു റഷ്യ വിസിറ്റും ചൈനീസ് ഒഫീഷ്യൽസുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ കാണിക്കുന്നത് എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയേഷൻസ്, പ്രത്യേകിച്ചും ഇന്ത്യ എടുക്കുന്ന സ്റ്റെപ്പുകൾ എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഗുഡ് വില്ലും പേഷ്യൻസിനെയും ഒക്കെ സഹായിക്കുന്നതിനാണ്. അപ്പൊ ഇന്ത്യ പ്രത്യേകിച്ചും റഷ്യക്കും ഉക്രൈനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട, രണ്ട് രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ ഉണ്ടാവും. ആ ഡിമാൻഡുകളെ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പീസ് പ്രപ്പോസൽസ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വിസ് പീസ് പ്രപ്പോസൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെയും കൂടെ പ്രപ്പോസൽസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ പ്രപ്പോസൽസ് മാത്രമാണ്. പക്ഷെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ആണ്. ബിക്കോസ് ഓൾറെഡി ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ പലതും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഇടയിലും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇസ്കലേഷൻസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കുകൾ, അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് മിലിറ്ററി ആക്ഷൻസും ഡിസ്പ്യൂട്ട്സും ഒക്കെ നടക്കും. ഇത് ഈ മീഡിയേഷൻ എഫക്റ്റുകൾ, അതായത് ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അറ്റാക്കുകൾ നടക്കുന്നു എന്നുള്ളത് ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് മുന്നോട്ട് വെക്കണം. ഇത് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം സിറ്റുവേഷൻ കോംപ്ലക്സ് ആയി വരുവാണ് ഓരോ ദിവസവും. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ, മറ്റു രാജ്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തെ സമാധാനപരമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതെന്നാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു വിഷയം ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയ വിവിധ ഇലക്ഷൻ ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഹെവിലി ഈ ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റിന് മേലെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അഡ്വർടൈസ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മൊത്തം ബജറ്റിന്റെ, അതായത് ഈ ഒരു ഇലക്ഷൻ ബജറ്റിന് വലിയൊരു എമൗണ്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ഇതില് ആൾക്കാരെ മൈക്രോ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചില പിൻകോഡുകളെ, ചില ഡെമോഗ്രഫീസിനെ, അതായത് വളരെ പ്രിസൈസ് ആയിട്ട് ഡിജിറ്റൽ ക്യാമ്പയിനിങ് വഴി ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ പറ്റും, ആൾക്കാരുടെ മുന്നിലേക്ക് പരസ്യങ്ങൾ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷയമാണ്, ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ചെയ്യുന്നതായിട്ടുള്ളത്.
അതേപോലെ തന്നെ തേർഡ് പാർട്ടി എൻറ്റിറ്റീസും ഇതിൽ ഹെവി ഇൻവോൾവ് ആണ്. മറ്റ് സംഘടനകളും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളും ഇതിൽ ഇൻവോൾവ് ആണ്. അവരും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആഡ്സ് നൽകുന്നുണ്ട്. പക്ഷെ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ, അതായത് സമൂഹത്തിലേക്ക് മോശമായിട്ടുള്ള ആശയങ്ങൾ നൽകുന്ന കണ്ടന്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മീഡിയയെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസിനെ ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്, അതായത് ചാലഞ്ചസും ഉണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് ഒന്ന്, വളരെ വേഗത്തിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വലിയൊരു ഓഡിയൻസിന്റെ മുന്നിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ ആശയങ്ങള് വളരെ വേഗത്തിൽ വോട്ടേഴ്സിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും, അവരുടെ മുന്നിൽ കൃത്യമായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും, കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൈക്രോ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് ഒരു സ്പെസിഫിക് പിൻകോഡിനെ അല്ലെങ്കിൽ മെയിൽസിനെ മാത്രം അല്ലെങ്കിൽ ഫീമെയിൽസിനെ മാത്രം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രം, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, മലയാളം അറിയുന്ന ആൾക്കാർ, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈലി പേഴ്സണലൈസ് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റി പറ്റുന്ന വെച്ചാൽ, അതായത് ഈ ഒരു കൃത്യമായിട്ട് ഏത് വിഭാഗം ആൾക്കാരെയാണ്, ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് തൊഴിൽ നൽകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ വുമൺ വോട്ടേഴ്സിന്റെ മേലെ, 18 വയസ്സിന് മേലെ പ്രായമുള്ള വുമൺ വോട്ടേഴ്സിന്റെ മേലെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ മൈക്രോ ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ചാലഞ്ചസും ഉണ്ട്, വലിയ ചാലഞ്ചസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൊക്കെ നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല സാമ്പത്തികമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, വെൽത്തിയർ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. കാരണം ഇതിൽ ബിഡിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോ എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി റിച്ച് ആയിട്ടുള്ള പാർട്ടിയാണ്, അവരുടെ കയ്യിൽ 1 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട്, ഇവരുടെ കയ്യിൽ 50 ലക്ഷം ബഡ്ജറ്റ് ഉണ്ട്, ഇവരുടെ കയ്യിൽ 1 ലക്ഷം മാത്രമേ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പരസ്യമുണ്ട്, 3 രാഷ്ട്രീയ പാർട്ടികൾക്കും എംപ്ലോയ്മെന്റ് കൊടുക്കാമെന്ന്, സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞ പരസ്യമുണ്ട്. അപ്പോൾ 18 വയസ്സിൽ പ്രായമുള്ള സ്ത്രീകൾ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മുന്നിലാണ് ആ പരസ്യം കാണിക്കണമെങ്കിൽ അവരുടെ മുന്നിൽ പരസ്യം കാണിക്കുമ്പോൾ അവിടെ ബിഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് വരും. അതായത് ഒരാളുടെ മുന്നിൽ പരസ്യം കാണിക്കാൻ എത്ര പൈസ ഈ ഒരു പരസ്യം നൽകുന്ന ആൾ കൊടുക്കും എന്നുള്ളത്. 1 കോടിയുള്ള ഒരാൾ പറയും ഞാൻ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് നൽകാം എന്നുള്ളത്, ഇയാൾ പറയും 50 രൂപ വെച്ചിട്ട് നൽകാം, ഇയാൾ പറയും ഞാൻ 10 രൂപ വെച്ചിട്ട് നൽകാം. അപ്പൊ ആരുടെ പരസ്യം മാത്രമേ കാണിക്കുള്ളൂ? 1 കോടിയുള്ള ആളുടെ പരസ്യം മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം 100 രൂപ കാണിക്കുന്ന ആരാണോ കൂടുതൽ പൈസ ബിഡ് ചെയ്യുന്നത് അവരുടെ പരസ്യമാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ വെൽത്തിയർ ആയിട്ടുള്ള നല്ല പൈസയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ തേർഡ് പാർട്ടി ക്യാമ്പയിനേഴ്സ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയ പാർട്ടികളല്ലാതെ ഇടയിൽ ആൾക്കാർ കയറുന്നുണ്ട്. അവർ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പബ്ലിക്കിലേക്ക് നൽകുന്നത്, അത് മൊത്തത്തിലുള്ള ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബ്രസീലില് ഇത്തരത്തിൽ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്തത് നമ്മൾ കണ്ടിട്ടായിരുന്നു, ബ്രസീൽ സുപ്രീം കോർട്ട് അതിൽ ഇടപെട്ടതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഇന്റർനാഷണലി നടക്കുന്ന കാര്യങ്ങളെ കൂടെ ലിങ്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള കറണ്ട് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് എഫക്റ്റീവ്ലി അഡ്രസ് ചെയ്യാൻ ക്യാപ്പബിൾ അല്ല, പ്രത്യേകിച്ചും ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിനെ. അപ്പോൾ ഇതിലെ സ്പെൻഡിങ്ങും ഇതിന്റെ കണ്ടന്റ് മോണിറ്ററിങ്ങിനെയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ദുരുപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രസീലിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാം എന്നുള്ളത്. അതിനു മുന്നേ US പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ്, പ്രത്യേകിച്ചും സെഗ്മെന്റഡ് ആയിട്ടുള്ള ക്യാപ്പ്, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ ഈ ഒരു ഡിജിറ്റൽ ആഡ് സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാക്സിമം ഇത്ര തുക മാത്രമേ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡിജിറ്റൽ ആഡിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വെൽത്തിയർ ആയിട്ടുള്ള പാർട്ടീസിന് മാത്രമാണ് അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഓഡിറ്റുകൾ റിപ്പോർട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന് മുന്നേ. അതായത് അവരുടെ പ്രോസസ്സുകൾ ട്രാൻസ്പാരന്റ് ആയിട്ടും എത്തിക്കൽ ആയിട്ടും ഈ പറഞ്ഞ ലിമിറ്റിന്റെ ഉള്ളിലൊക്കെ മാത്രമാണ് അവർ ഫണ്ട് ചെലവഴിച്ചതെന്നൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ, കാരണം ഇത്തരത്തിലുള്ള അഡ്വർടൈസിങ് ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഒരു മോണിറ്ററി ഏജൻസി കൂടി ആവശ്യമായിട്ടുണ്ട്. ഏതെങ്കിലും കണ്ടന്റുകൾ മോശമാണ്, തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിൽ ഉണ്ടാവുന്ന തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നിയമങ്ങളെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക, അമെൻഡ് ചെയ്യുക,
അതേപോലെ തന്നെ ഇന്റർനാഷണൽ പ്രാക്ടീസസിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ബ്രസീലിലൊക്കെ ഉണ്ടായിട്ടുള്ള ചാലഞ്ചസിനെ US ഉണ്ടായിട്ടുള്ള ചാലഞ്ചസിനെയൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ഡെമോക്രാറ്റിക് ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ മൊത്തത്തിലുള്ള പ്രോസസ്സിനെ ഓവറോൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളതെന്നും കൂടെ ഓർത്തു വെക്കുക. അടുത്തത് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് നമ്മളുടെ രാജ്യത്ത് മിനറൽ അല്ലെങ്കിൽ മൈനുകൾ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളത് വളരെ കോമൺ ആണ്. കാരണം ഒരു സ്ഥലത്ത് ഒരു മൈൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഖനി ഉണ്ടാവുന്ന സമയത്ത് ആ ഖനിയിൽ അവിടെ മൈനിങ് നടത്തുന്ന സമയത്ത് ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാവും, ലോക്കലായിട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒക്കെ ഡിപ്ലീറ്റഡ് ആവാം, ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ മൈൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ അവരതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ മൈൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൈൻസിൽ മൈനിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട് എന്നുള്ള ഒരു ഐഡന്റിഫൈ ചെയ്തതിലാണ് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഐഡിയ വരുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ഐഡിയ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.